രാജ്യത്ത് CAA നടപ്പാക്കി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് CAA പ്രകാരം അപേക്ഷിച്ച 14 പേർക്ക് പൗരത്വം നൽകി. ആദ്യമായി അപേക്ഷിച്ചവർക്കാണ് പൗരത്വം ലഭിച്ചത്. വിവരങ്ങൾ നൽകാനായി നന്ദഗോപൻ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. നന്ദൻ, ഏതായാലും രാജ്യത്ത് CAA നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആർക്കൊക്കെയാണ് പൗരത്വം നൽകിയത്? എത്ര പേർക്ക് ആദ്യം നൽകി? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാജ്യത്ത് CAA നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. 14 പേർക്ക് പൗരത്വം നൽകി. പൗരത്വ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൈമാറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ആദ്യമായി അപേക്ഷിച്ചവർക്കാണ് പൗരത്വം ലഭിച്ചത്. NDA സർക്കാരിൻ്റെ പ്രധാന വാഗ്ദാനങ്ങളൊന്നു തന്നെയായിരുന്നു CAA നടപ്പിലാക്കുക എന്നുള്ള കാര്യം. അതുതന്നെയാണ് അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. 14 പേർക്ക് പൗരത്വം നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻപ് ഉത്തരാഖണ്ഡിലടക്കം ഈ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 14 പേർക്ക് പൗരത്വം നൽകിയതായിട്ടാണ് വിവരം അറിയാൻ കഴിയുന്നത്. പൗരത്വ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൈമാറിയിട്ടുണ്ട്. ഐസൻ ജോസ് ഉണ്ട് വിവരങ്ങളുമായി. ഐസൻ, രാജ്യത്ത് CAA നടപ്പിലാക്കും എന്ന് മുൻപ് പല തവണയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർക്കാണ് ആദ്യമായിട്ട് പൗരത്വം നൽകിയത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രജനി, പൗരത്വ ഭേദഗതി നിയമപ്രകാരം 2024 ഇത് സംബന്ധിച്ച റൂൾസ്, അതായത് നേരത്തെ ഇത് സംബന്ധിച്ച നിയമം പാസാക്കുകയും നിയമത്തിന് തുടർച്ചയായി ഏത് രീതിയിൽ പൗരത്വം നൽകുന്നത് സംബന്ധിച്ച റൂൾസ്, അതായത് ചട്ടങ്ങൾ ഈ 24 വിജ്ഞാപനം ചെയ്തത്. ഈ വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുകയും അതിനായി ഒരു പോർട്ടൽ സൃഷ്ടിക്കുകയും ചെയ്തു. ആ ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷ ലഭിച്ച ആദ്യത്തെ സെറ്റ് 14 പേർക്കാണ് ഇപ്പോൾ പൗരത്വം നൽകിയിരിക്കുന്നത്. പൗരത്വം നൽകുന്നത് അജയ്കുമാർ ഭല്ല, അതായത് ആഭ്യന്തര സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയത്തിൽ വെച്ചാണ് അജയ്കുമാർ ഭല്ല ഈ പൗരത്വ രേഖകൾ ഇവർക്കെല്ലാം തന്നെ നൽകിയത്. നമുക്കറിയാവുന്നതാണ്, 2019 പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഈ ഇത്തരത്തിൽ, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമെല്ലാം തന്നെ ഭാരതത്തിലേക്ക് വന്ന 6ഓളം ന്യൂനപക്ഷ, അതായത് പെർസിക്യൂട്ടഡ് മൈനോറിറ്റി, അതായത് പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആ രാജ്യങ്ങളിലെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ ബുദ്ധ വിഭാഗങ്ങളിലെ 6 വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഒരു നിയമമായിരുന്നു ഈ പുതിയ അമെൻമെന്റ് വഴി നടപ്പായത്. അമെൻമെന്റ് വഴി നടപ്പായതിനു ശേഷം 2024 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന ദിവസങ്ങൾക്കകം തന്നെ ഇത് സംബന്ധിച്ച് ഈ അപേക്ഷ നൽകുന്നതിനും അത് പരിഗണിക്കുന്നതിനുമായി ഒരു പോർട്ടൽ തയ്യാറാകുകയും ആ പോർട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 14 പേർക്ക് ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഈ പ്രത്യേക നിയമപ്രകാരം, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 പ്രകാരമുള്ള ഒരു പൗരത്വം നൽകിയതായാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആർക്കും തന്നെ പൊതുചടങ്ങുകളിൽ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സെക്രട്ടറി ഈ രേഖകളെല്ലാം കൈമാറി എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നത്. ഇന്റലിജൻസ് ബ്യൂറോയിലെയും അതുപോലെ തന്നെ മറ്റു രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു 14 പേർക്ക് പൗരത്വ രേഖ വിതരണം ചെയ്തത് എന്നാണ് ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. രജനി, തീർച്ചയായിട്ടും ഐസൻ സൂചിപ്പിച്ച പോലെ ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സമയം തന്നെയാണ്. കാരണം 14 പേർക്ക് ആദ്യമായിട്ട് ഒരു പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകുക, അതിന് മുൻപായിട്ട് കൃത്യതയാർന്ന ഈ അപേക്ഷാ ഫോം, അതുപോലെ തന്നെ അതിനൊരു സൈറ്റ് ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ നടപ്പിലാക്കി എടുക്കുവാൻ കഴിയുന്നത് മോദി സർക്കാരിന് മാത്രമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ അടക്കം വിമർശനങ്ങൾ ഇത് രൂക്ഷമായി ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ CAA വരെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുവാൻ നോക്കി വലിയ രീതിയിൽ പ്രചാരണമൊക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കും അവസാനം അവർ CAA നടപ്പിലാക്കി ചെയ്തിട്ടുള്ളതും. തീർച്ചയായും CAA നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉൾപ്പെടെ, അത് അമിത്ഷാ നേരത്തെ നമുക്കറിയാവുന്നതാണ്, അമിത്ഷാ ഇക്കാര്യത്തിൽ പല അഭിമുഖങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളോടുള്ള സംവാദങ്ങളിലും എല്ലാം തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയത് 2019 തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന ആ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുകയും ചെയ്തു, പാസ്സാക്കുകയും ചെയ്തു. പാസ്സാക്കിയതിനു ശേഷം 2024 അതിന്റെ റൂളുകൾ പുറത്തു വന്നു എന്നതാണ്
ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി സംബന്ധിച്ച വാർത്തയും. അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പോർട്ടൽ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉൾപ്പെടെ, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ ഹിയറിംഗിന് ശേഷമായിരിക്കും ഓരോരുത്തർക്കും ഈ പൗരത്വം നൽകുക. 2014 മുൻപ് ഭാരതത്തിലെത്തിയ ഭാരതത്തിലെത്തിയ ഇത്തരത്തിൽ പെർസിക്യൂട്ടഡ് മൈനോറിറ്റി, അതായത് പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്നവരുടെ പീഡനം അനുഭവിക്കുന്നവരുടെ അത്തരത്തിലുള്ള 6 വിഭാഗങ്ങൾക്കാണ് ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ടാവുക. ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷ നൽകിയവരെ എല്ലാം അപേക്ഷ നൽകുന്ന പദ്ധതി, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ലഭിക്കുന്ന ഒരു സംവിധാനത്തെ ശക്തമായി വിമർശിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്, പ്രതിപക്ഷം ചെയ്തിരുന്നത്. ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നു, ചില വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നു. അത്തരത്തിൽ പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നു എന്ന രീതിയിലുള്ള ശക്തമായ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായി. എന്നാൽ ഒരു വിഭാഗങ്ങളെയും മാറ്റി നിർത്തുന്നില്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും പൗരത്വം നൽകുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തി എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അവർക്കും പൗരത്വം ലഭിക്കാനുള്ള സംവിധാനം മറ്റൊരു റൂട്ടിലൂടെ കൃത്യമായി നടപ്പാക്കപ്പെടുന്നു. ഇത് മറ്റൊരു സംവിധാനത്തിലൂടെ ലഭ്യമാക്കപ്പെടുന്നു എന്നാണ് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ അറിയിച്ചത്. അതായത് ഏത് വിഭാഗത്തിനും, അതായത് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന ഏത് വിഭാഗങ്ങൾക്കും അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിവേചനം അവർ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തെ നെഞ്ചോട് ചേർക്കുക തന്നെയാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് CAA നടപ്പാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. രാജ്യത്ത് CAA പ്രകാരം അപേക്ഷിച്ച 14 പേർക്ക് പൗരത്വം നൽകി. ആദ്യമായി അപേക്ഷിച്ചവർക്കാണ് പൗരത്വം ലഭിച്ചത്. പൗരത്വ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൈമാറുകയും ചെയ്തു. ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.